നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഡൽഹിയിലെ സമരത്തിന് പിന്തുണയുമായി പോകുന്ന സഖാക്കന്മാരോടൊരു ചോദ്യമുണ്ട്. 2019 നിങ്ങളുടെ പാർട്ടിയുടെ യുവജന നേതാക്കൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കണമെന്നാണ് പറയാനുള്ളത്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്ന് വരാം. നോക്കൂ, അഖിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് കുത്തേൽക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ അഖിൽ ചന്ദ്രന് കുത്തേൽക്കുന്നു. അത് യൂണിവേഴ്സിറ്റി കോളേജിൽ കുത്തേൽക്കുന്നു. അതിനെ തുടർന്ന് ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു SFIയുടെ യൂണിറ്റ് ഭാരവാഹി അറസ്റ്റിലാകുന്നു. ഇദ്ദേഹത്തെ കൊണ്ട് ഈ തെളിവെടുപ്പിന് വേണ്ടി ഈ ശിവരഞ്ജിത്തിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയുടെ പേപ്പറുകൾ, ചോദ്യ പേപ്പറുകൾ ഒക്കെ കാണുന്നു. അങ്ങനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വെളിവാകുന്നത്. നോക്കൂ, PSCയുടെ പോലീസ് ടെസ്റ്റിൽ ശിവരഞ്ജിത്തിന് 1ാം റാങ്ക്, അതുപോലെ തന്നെ SFIയുടെ മറ്റൊരു ഭാരവാഹിയായിട്ടുള്ള നസീമിന് 28ാം റാങ്ക്. ഈ പാർട്ടി നോക്കൂ, ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന നേതൃനിര ആ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു മത്സര പരീക്ഷയുടെ ചോദ്യ പേപ്പർ മുൻകൂറായി വെട്ടിച്ചുകൊണ്ട്, മുൻകൂറായി കൈവശപ്പെടുത്തിക്കൊണ്ട് ആ മത്സര പരീക്ഷയിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങുക എന്നുള്ള ഒരു നെറുകേടിന് സാക്ഷിയായത് കേരളമാണ്. അത് ചെയ്തത് ഈ സഖാക്കളാണ്. ഈ പാർട്ടിക്ക് പിന്തുണയുമായി അങ്ങ് ഡൽഹിയിലേക്ക് വണ്ടി കയറുന്ന സഖാക്കളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി നോക്കൂ, ഇവിടെ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ജാർഖണ്ഡ് നടന്ന ഒരു സംഭവം, ആ സംഭവം ലീക്കായി, ചോദ്യ പേപ്പർ ലീക്കായി. അത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നതല്ല. കുറച്ച് കള്ളന്മാർ, കുറച്ച് അഴിമതിക്കാർ സ്വാഭാവികമായും ഉത്തരേന്ത്യയിലൊക്കെ സ്വാഭാവികമായിട്ടും വർഷങ്ങളായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം. അത് അവർ ആവർത്തിച്ചു. പക്ഷെ അത് പിടിക്കപ്പെട്ടു, കൃത്യമായിട്ട് നടപടി ഉണ്ടായി. പക്ഷെ ഇവിടെ എങ്ങനെയാണ് നോക്കൂ, SFIയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ശിവരഞ്ജിത്തും നസീമും നോക്കൂ, പോലീസ് ടെസ്റ്റിൽ PSC എന്ന് പറയുന്ന സ്വപ്നം, മലയാളി യുവാക്കളുടെ സ്വപ്നമായിട്ടുള്ള ഒരു മത്സര പരീക്ഷയിൽ ചോദ്യ പേപ്പർ മുൻകൂറായി അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കൈവശപ്പെടുത്തി 1ാം റാങ്കും 28ാം റാങ്കും നേടി. ആ ആളുകളാണ് ലജ്ജയില്ലാതെ നോക്കൂ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നടപടിയെടുത്ത ഒരു സംഭവത്തിൽ, ആ സംഭവത്തിൽ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. അന്ന് ഇവിടെ കേരളത്തിലെ മന്ത്രി രാജിവെച്ചിരുന്ന സഖാക്കന്മാരെ ഒരു മര്യാദയൊക്കെ വേണ്ടടോ. സഖാക്കന്മാർ, ഈ ശിവരഞ്ജിത്തിനെ പോലെ എത്ര ആളുകളുണ്ട്. പിൻവാതിൽ നിയമനങ്ങൾ എത്ര നടന്നു? നിങ്ങളുടെ സഖാക്കന്മാര് പിൻവാതിൽ നിയമനങ്ങളും ഇതുപോലെയുള്ള തട്ടിപ്പുകളും എത്ര നിങ്ങളുടെ ചുമതലകളിലിരുന്ന ആളുകൾ നടത്തി? ആർഷോ നോക്കൂ, ആർഷോയുടെ ഭാര്യ, ആർഷോ വിവാഹം കഴിച്ച ആ യുവതിയുടെ പേരിൽ പോലും ഇതുപോലെയുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടില്ലേ? നിങ്ങളുടെ ചുമതലകളിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ പാർട്ടി ഭാരവാഹികളായിരുന്നു കൊണ്ട്, നിങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നിങ്ങളാണ് ഏറ്റവും അധികം യുവജനങ്ങളുടെ പ്രതീക്ഷകൾ ഇല്ലാതാക്കിയത്. ഈ രാജ്യത്തെ സംവിധാനങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങളാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളാണ് ഒരു നാണവുമില്ലാതെ, ഒരു മാനവുമില്ലാതെ, ലജ്ജയുമില്ലാതെ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത്, അല്ലെ? ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത് നിങ്ങൾക്ക് ചരിത്രത്തിൽ ഒരിക്കലും. ആഫ്റ്റർ നെഹ്റു EMS എന്നൊരു മുദ്രാവാക്യം കേട്ടിരുന്നു. ആഫ്റ്റർ നെഹ്റു AKG, നെഹ്റുവിന് ശേഷം നമ്പൂതിരിപ്പാടെന്ന് കേട്ടിരുന്നു, അല്ലെങ്കിൽ AKG എന്ന് ഒരു കാലഘട്ടത്തിൽ കേട്ടിരുന്നു. അത്രത്തോളം ശക്തമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. ഇന്ന് ഊപ്പുവെച്ച കലം പോലെ കനലൊരു തരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നെറുകേട് കാരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നോക്കൂ, ഇന്ന് നിങ്ങൾക്ക് എവിടെയുമില്ല. ഇന്ത്യയിൽ അധികാരം എന്നത് നിങ്ങൾക്കൊരു വിദൂര സ്വപ്നം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള അരാജക പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ പോയിരുന്നുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് പിൻവാതിൽ വഴി കയറാൻ പറ്റുമോ എന്നുള്ള നീചമായ ഒരു ബുദ്ധിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്ത്യയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഇന്ത്യയുടെ ഒരു അധികാര സ്ഥാനത്തും എത്താൻ കഴിയില്ല. കാരണം നിങ്ങൾ ഒരു നാഷണൽ വേസ്റ്റ് ആണ്, ഒരു ദേശീയ ദുരന്തമാണ്, അല്ലെങ്കിൽ ഒരു മാലിന്യമാണെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രസ്ഥാനവും അങ്ങനെയുള്ള മാലിന്യമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ കോൺഗ്രസിനെയും പതുക്കെ ചെവി പിടിച്ച് അധികാരത്തിന് പുറത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു. ഇത്തരം അരാജക പ്രസ്ഥാനങ്ങളുടെ ചുമലിലേറിക്കൊണ്ടാണ് നിങ്ങൾ അധികാരത്തിലേക്ക് നടന്നെടുക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.